നമസ്കാരം. TCVയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ പൂരം സന്ധ്യയുടെ മനോഹരമായ നിമിഷത്തിലേക്ക് നമ്മളിതാ വീണ്ടും എത്തിയിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായി നമ്മളിതാ ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങളും കൈനിറയ സമ്മാനങ്ങളും ഒക്കെയായി പൂരം സന്ധ്യ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, ഇന്നത്തെ പൂരം സന്ധ്യയ്ക്ക് തുടക്കമാവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പൂരം സന്ധ്യയിൽ കുറെ അതിഥികൾ വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പൂരസന്ധ്യ യാത്ര തുടരുകയാണ്. എന്താണോ പേര്? രമ. എവിടുന്ന് പറഞ്ഞേ? കോലഴി. കോലഴി, കോഞ്ചേരി റോഡ്, മിനി കോലഴി. പേരിലെത്താം. എന്റെ പേര് പ്രിയ, ഞാൻ പാടൂക്കാട്. പ്രവീണ, കോലഴി. മിത്ര, കോലഴി. നിങ്ങൾ എങ്ങനെയാണ്? ഫ്രണ്ട്സ് ആണോ അതേ ഒരുമിച്ച് വർക്ക് ചെയ്യണവരാണോ? ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് ആണ്. തിരുവാതിര ടീമാണ്. അപ്പൊ ഇവിടെ തിരുവാതിര കളിക്കുന്നുണ്ടോ? ഇവിടെ ഇല്ല. ഇവിടെ സാധാരണ വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളുണ്ട്. ഈ പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ടോ നിങ്ങൾ എന്തെങ്കിലും? കളിക്കുന്ന തിരുവാതിര ഇവിടെ ആവശ്യമില്ല. അവർക്ക് മറ്റേ ഇപ്പൊ ഒരു തരം ചാടി കളിക്കുന്ന തിരുവാതിര ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. നിങ്ങളുടെ തിരുവാതിര നാച്ചുറൽ തിരുവാതിര ആണ്, ട്രഡീഷണൽ തിരുവാതിര. ഏതെല്ലാം അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്? ഞങ്ങള് പാറമേക്കാവ്, വടക്കുന്നാഥൻ. ടീമിന്റെ പേര്? ആ ടീമിന്റെ അഹം ജനനി. ഞങ്ങൾ ഗുരുവായൂരൊക്കെ സ്ഥിരം കളിക്കുന്ന ആൾക്കാരാണ്. വടക്കുന്നാഥനില് 2-3 വർഷമായിട്ട് കളിക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഇവിടെ കൊടുത്തു. അപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞ കാരണം എന്ന് പറഞ്ഞത് മറ്റേ തിരുവാതിരയാണ് വേണ്ടത്, ഞങ്ങൾക്ക് ട്രഡീഷണൽ തിരുവാതിര വേണ്ട. പക്ഷെ നമ്മളെ കൊണ്ട് അത്രയും ചാടാൻ പറ്റുന്ന പ്രായം കഴിഞ്ഞു. അങ്ങനെയല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഭയങ്കരമായി ചാടി കളിക്കണത്. അപ്പൊ എന്തെങ്കിലും അത് പറ്റില്ല. അത് ആവേശമാണോന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. പക്ഷെ അത് വേണ്ടെന്ന് പറഞ്ഞു. വരുന്ന വർഷം ഞങ്ങൾക്ക് ഇവിടെ അവസരം കിട്ടണം. പക്ഷെ അവർക്ക് ട്രഡീഷണൽ വേണ്ടെന്ന് പറഞ്ഞു. എന്താ ചെയ്യണേ? ഞങ്ങളൊന്നുമില്ല, ഇപ്പൊ ഹൗസ് വൈഫ്. അപ്പൊ ആരാണ് ഇതിന്റെ പഠിപ്പിക്കുന്ന ആശാത്തി? ആരാ? കറക്റ്റ് ആളുടെ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവരൊക്കെ എങ്ങനെയാ? ശിഷ്യകളൊക്കെ എങ്ങനെയാ? നല്ല മിടുക്കികളാണ്. പേരുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി? ബാക്കിയുള്ളവർ വന്നിട്ടില്ല. എല്ലാരും കൊണ്ടുവരാൻ എന്താ? നിങ്ങൾ ഈ ഒരു ടീം മാത്രമായിട്ട് പോകുന്നത്? ഒരാൾക്ക് തലവേദന, വെക്കേഷൻ നടക്കല്ലേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സ്വാഭാവികമായിട്ടും നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് എക്സിബിഷൻ വന്നിട്ട് വെറും കൈയോടെ ആരും ഇറങ്ങാറില്ല. ഉണ്ട് അല്ലെ? വെറും കൈയോടെ ആരും ഇറങ്ങാറില്ല. പക്ഷെ ഇത് കൈ നിറച്ചുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, പൂരം നമ്മുടെ ഒരു ഹൃദയത്തിന്റെ താളമാണ്. അത് എത്ര തിരക്കുണ്ടെങ്കിലും എക്സിബിഷൻ നമ്മൾ വരാതിരിക്കും. അങ്ങനെ തന്നെയല്ലേ? അത് വന്നാലേ അത് പൂരം ശരിയാവുള്ളൂ. എത്ര പ്രാവശ്യം വരും ഇവിടെ? ഇവിടെയോ? ഇവിടെ എത്ര പ്രാവശ്യം വരാൻ പറ്റുമോ അത്ര പ്രാവശ്യം വരും. ഒരു വർഷത്തിലെ കാത്തിരിപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ വന്ന് അവസാനത്തെ ആ ഒരു ഓട്ടപ്പരിച്ചിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി പോകുന്നവരാണ് നമ്മൾ അല്ലേ? ഈ കുടുംബസമേതം എന്ന് വരും? കുടുംബസമേതം എന്ന് പറയാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും വയ്യ. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നടക്കുന്ന പ്രായമാണോ? അല്ല. പക്ഷെ അവര് നടക്കുന്ന പ്രായത്തിൽ ഞങ്ങൾ എല്ലാരും കൂടി മക്കള് വീട്ടിലായിരിക്കും? 2 കുട്ടികളുണ്ട്. അവരൊക്കെ വന്നോ? അവര് ഫ്രണ്ട്സിന്റെ കൂടെ വരും. ഞങ്ങൾ ഫാമിലി അല്ലാതെ വരും. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഞങ്ങൾ വന്നു. ഇനി എന്താ പരിപാടി? മസാല ദോശ ഞങ്ങൾ അടുത്ത് ഫാമിലിയുടെ കൂടെ വീണ്ടും വരും. നമ്മുടെ ട്രഡീഷണൽ മസാല ദോശ ഒന്നുമില്ല, നേരെ വീട്ടിൽ പോകും. ഇവിടുന്ന് ഒരു മൊജിറ്റോ കുടിച്ചിട്ട് തന്നെ വയറിന് പണി കിട്ടിയിട്ടായിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു സന്തോഷം കൂടി ഉണ്ട്. പ്രശ്നങ്ങൾ ഫ്രീ ആയിട്ടാണ് എൻട്രൻസ് ഫ്രീ. കാരണം പാറമേക്കാവിൽ ഞങ്ങൾ തിരുവാതിരക്കളി കളിച്ചപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് പാസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം എൻജോയ് ചെയ്തിട്ട് വന്നത്. ഇനി പൂരത്തിന്റെ വിശേഷങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് പൂരത്തിന്റെ ഒരുക്കങ്ങൾ, കാര്യങ്ങൾ, ഇവിടെ വരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ അങ്ങനെ വരാറില്ലേ. നമ്മുടെ തട്ടകക്കാരുടെ പൂരത്തിനാണ്. അന്ന് നേരത്തെ വരും. രാവിലെ നേരത്തെ വരും. തലേ ദിവസം ഞങ്ങൾ ഫ്രണ്ട്സ് ഒരുമിച്ച് വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട്, ആനയെ കണ്ട്, അങ്ങനെ സമയങ്ങളൊക്കെ കണ്ടിട്ട് പോകും. സാമ്പിളും കാണാൻ വരും, വെടിക്കെട്ടും കാണാൻ വരും. ശരിക്കും പൂരം ആഘോഷിക്കാറുണ്ട്. ഞാൻ 12 മണിക്ക് ഇവിടെ നിന്ന് എത്തിയാല് വൈകുന്നേരത്തെ കുടമാറ്റം കഴിഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ. പുലർച്ചെ വെടിക്കെട്ടിന് എത്തും. രാത്രി 2 മണിക്ക് നീട്ടിട്ട് അന്ന് ഭയങ്കരമായി വെടിക്കെട്ട് നടക്കുന്ന സമയമായിരുന്നു. ഞാൻ ആ വെടിക്കെട്ടിന് വന്നതോടുകൂടി പിറ്റത്തെ കൊല്ലം പോലെ വെടിക്കെട്ടിന് എന്നും തടസ്സങ്ങളാണ്. അപ്പൊ ഞാൻ വന്ന കാരണം പൂരം കാണാൻ കൊണ്ടുവരാൻ ആളുണ്ട്.
അല്ല ഞാനല്ല ഇനി ഞാനെങ്ങാനും പൂരത്തിന് വന്ന പൂരെങ്ങാനും നിന്ന് പോയാൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നത്തെ കൊല്ലം മുതലേ ആ പ്രശ്നങ്ങളാണ്. ഇവരൊക്കെ തൃശ്ശൂർക്കാരാണ്. ഇവർക്ക് പൂരം സ്പെഷ്യൽ അല്ല. ഞാൻ പാലക്കാടുകാരി. പാലക്കാടാ പാലക്കാടിന്റെ സ്ലാങ്ങില്ല അല്ലേ? അപ്പൊ എനിക്ക് പൂരം സ്പെഷ്യലാണ്. 25 കൊല്ലമായി അപ്പൊ സ്ലാങ് ഒക്കെ മാറിപ്പോയി. നിങ്ങളുടെ കൂടെ കൂടി അല്ല പാലക്കാട് നിന്ന് നിഷ്കളങ്കതയൊക്കെ പോയി. തൃശ്ശൂരിന്റെ സ്ലാങ് ഉണ്ടോ? ഇല്ല, അത് സത്യം പറഞ്ഞാലേ നമുക്ക് അറിയില്ല. മറ്റുള്ളവർ കേൾക്കുമ്പോഴാണ് അവര് പറയാ വ്യത്യാസം. ഇല്ലേ നമ്മൾ വേറൊരു സ്ഥലത്ത് ചെന്ന് നമ്മൾ സംസാരിക്കും, നമുക്ക് നമ്മളെ അറിയില്ലല്ലോ. അല്ല പുറമേയുള്ളവര് പറയും ആനയ്ക്ക് ആനയുടെ വലിപ്പം. പക്ഷെ നമ്മളെ ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി ഇത്രയും നീട്ടിക്കുറുക്കിയിട്ടാണോ നമ്മൾ സംസാരിക്കണം? അല്ല, നമുക്ക് ഒരു പ്രത്യേകതയുണ്ട്, കുറച്ച് വേഗതയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും വേഗതയാണ്. അത് ഞങ്ങളൊന്ന് കോഴിക്കോട് പോയിരുന്നു, കടലുണ്ടി ടൂർ പോയി. അപ്പൊ ഞങ്ങള് ബസ്സിൽ കയറി കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു നിങ്ങളുടെ സംസാരം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കണെന്ന് പറഞ്ഞു. നമ്മളെല്ലാം വേഗതയാണ്, ഭയങ്കര സ്പീഡാ. നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറിയാലും അധികം നേരം നിൽക്കില്ല. നമ്മള് കളിക്കുന്ന തിരുവാതിരകളിയാണെങ്കിലും കുറച്ച് വേഗതയിൽ പോകുന്ന. അപ്പൊ എനിക്ക് തിരുവാതിരയുടെ 2 വരി പാട്ട് എല്ലാവരും ഒരുമിച്ച് തുടങ്ങി. ബാലേന്ദു ചൂടതനയാ ബഹുഗുണ കുമാര ഗണപതിയേ സിദ്ധിഗന്ധർവദൈത്യ സേവിത ഗജമുഖ ശരണം തവ ചരണം കവല പത്മത്തിലമരും പരമരുളുക നീ സരസ്വതി ബാലേന്ദു ചൂടതനയാ ബഹുഗുണ വിമല കുമാര ഗണപതിയേ. അപ്പൊ അടിപൊളിയായിരുന്നു. നിങ്ങളുടെ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ എവിടെ നിന്നാണ് നിങ്ങൾ കളക്ട് ചെയ്യണത്? നിങ്ങൾ ആ ഡിസൈൻ ചെയ്യണക്കാരാ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങളൊരു കളറ് തീരുമാനിക്കും, എല്ലാവരും കൂടിയിട്ട് പോവും. ഇനിയിപ്പോ അടുത്ത പരിപാടി എവിടെയാവും? ഇപ്പൊ കുറച്ചൊരു സ്റ്റോപ്പ് വന്നിരിക്കുകയാണ്. കാരണം അതെ നവരാത്രി സമയത്ത്. അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ കേട്ടോ. അപ്പൊ ഇനി പൂരത്തിന് വരാൻ ശ്രമിക്കുക. പൂരം നിൽക്കില്ല, പൂരം ഒരു കുഴപ്പമുണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ടെൻഷൻ വേണ്ട. ഇക്കൊല്ലം അങ്ങോട്ട് തുടങ്ങാം. നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പൊ ശരിയാവും. എന്റെ മോൻ സ്റ്റാർ സിംഗറിൽ പാടുന്നുണ്ട് സീസൺ 10. ഇപ്പൊ എല്ലാവരും സപ്പോർട്ട് എന്താ പറയാലേ? പേര് പറഞ്ഞു. എന്റെ മോന്റെ പേര് KC അർജുൻ. അവന്റെ അമ്മയാണ് ഞാൻ. ഇത് പ്രത്യേകം കാണിക്കണം. എന്തായാലും വാഴ അങ്ങോട്ട് വെച്ചു, അതിന്റെ അടുത്തൊരു ചീര അങ്ങോട്ട് വെച്ചു. എന്തായാലും കളിക്കാം. അല്ല അത് വേണം, തീർച്ചയായിട്ടും. എന്തായാലും പാട്ടുള്ള കലാകുടുംബമാണ്. അപ്പൊ ഞാനൊരു തീർച്ചയായിട്ടും അപ്പൊ ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ചോദിച്ച ഉത്തരം ഉണ്ടെങ്കിൽ ഗംഭീര സമ്മാനമുണ്ട്. പട്ടി കുരയ്ക്കുന്നത് എന്തുകൊണ്ട്? പഠിച്ചു വന്നേക്കുക. അപ്പോൾ ഉത്തരം കറക്റ്റ് ആണ്. പട്ടി കുരയ്ക്കുന്നത് വായ കൊണ്ട്. പേര് പറഞ്ഞു മിനി. അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് അങ്ങനെയല്ല, ഞാനൊരു കുസൃതി. ഞങ്ങൾ ഇതിനേക്കാളും താഴെ എന്നെ അങ്ങോട്ട് കൊല്ലി. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. അല്ല, ഞങ്ങൾ സ്വയം സമ്മതിച്ചുള്ളൂ, ഞങ്ങൾ ഇതിനേക്കാളും താഴെയാണ്. ഈ പ്രോഗ്രാം ഞാൻ ടിവിയിൽ കണ്ടിരുന്നു ഇതിനു മുമ്പ് ദിവസം. സ്റ്റാൻഡേർഡ് ചോദ്യം വരും വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്രാവശ്യം വന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ പഠിച്ച് കൃത്യമായി പാസ്സായി വന്നേക്കൂടെ. ഞാനൊരു സമ്മാനം കൊടുക്കാൻ കൂടെ എല്ലാവർക്കും കൂടിയിട്ടാ നല്ലൊരു കൈയടിച്ചേ. നമ്മുടെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം കൊടുക്കട്ടെ. എല്ലാവരും പിടിച്ചോ? സന്തോഷായോ? ഹാപ്പിയായോ? അപ്പൊ ഉഷാറാവട്ടെ. ഹാപ്പി നമസ്കാരമുണ്ട്. നമസ്കാരം. അപ്പൊ ഒരു റൗണ്ട് അടിച്ച് അങ്ങോട്ട് പുറത്തിറങ്ങാണ്. എവിടെ നിന്ന് വരണേ? കുന്നംകുളം. പേര്? രവിയേട്ടൻ. പേര് ലത. ഒന്നും വാങ്ങി തന്നില്ലേ? ആ ബാഗിലുണ്ട്. ഞാൻ അങ്ങനെ ചോദിച്ചാ ഞാൻ എന്തെങ്കിലും കൊടുക്കാതെ ഇപ്പൊ മേടിച്ചു കൊടുക്കാലോ. വഴക്കാക്കാന്ന് വിചാരിച്ചാ. മോനെ പേര്? അർജുൻ. എങ്ങനെയുണ്ട്? കൊള്ളാം, വേറെ ലെവലാണ്. എങ്ങനെയാണ് പൂരത്തിന്റെ ഒരുക്കങ്ങൾ എവിടെ വരെ ആയിട്ടുണ്ട്? വീട്ടില് ഇങ്ങോട്ട് വരേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വരാറുണ്ട്. കഴിഞ്ഞ കൊല്ലം വന്നിരുന്നു, ഇക്കൊല്ലം നോക്കട്ടെ. സാമ്പിൾ കണ്ടിരുന്നു അല്ലേ? ആൾ കൊണ്ടിരില്ലേ? വരാറുണ്ട്. ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ തൃശ്ശൂരുണ്ട്. അപ്പൊ താമസിക്കാനൊക്കെ എളുപ്പമാണല്ലോ. അവിടെ നേരെ കുന്നംകുളത്തേക്ക് പോകാൻ മതി. എൻജോയ് ചെയ്യാം. മോനെ പഠിക്കണോ? പഠിക്കാം. പ്ലസ് ടു കഴിഞ്ഞു.
അപ്പോ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. പൂരത്തിന് വീണ്ടും കണ്ടുമുട്ടാം. കേട്ടോ, എനിക്കൊരു സന്തോഷം. എങ്ങനെയുണ്ട്? വേറെ വൈബ് എത്തിയോ? അടിപൊളി. എവിടെ നിന്ന് പറഞ്ഞേ? തിരൂരിന്ന്. പേര്? ഹരിത. ചേട്ടൻ പേര്? സുരേഷ്. നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ? പിന്നെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല? പഠിക്കണോ? പഠിക്കുക. ആ, പിന്നെ എന്താ ചെയ്യണേ? ചേട്ടൻ ചെയ്യണേ? എഞ്ചിനീയറാണ്. ചേച്ചി ജോലി? ഒന്നുമില്ല, ഹൗസ് വൈഫാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പാണ് ഈ പൂരം എന്ന് പറയുന്നത്. എങ്ങനെയാണ് പൂരത്തിന്റെ എത്താറുണ്ടോ? എങ്ങനെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? മടത്തിൽ വരും. അത് ആ സമയം നമുക്ക് വ്യത്യാസം എത്തും. അടിപൊളി. ആ മേളം മുഴുവൻ ആസ്വദിച്ചിട്ടാണോ പോണേ? മേളം മുഴുവൻ കാണില്ല, കുറച്ച് കാണും. കുറച്ച് കണ്ടിട്ട്. ചേച്ചി വരാറുണ്ടോ? അവള് പിറ്റേ ദിവസം നമ്മുടെ പകൽപൂരത്തിന് നമ്മുടെ പൂരത്തിന്. അത് രാവിലെ തന്നെ എത്തും? വെടിക്കെട്ട് കണ്ടിട്ട് പോകുള്ളൂ. വെടിക്കെട്ട് കഞ്ഞി കുടിച്ചിട്ട് പോവോ? കഞ്ഞി കുടിച്ചിട്ടുണ്ടോ? കഞ്ഞിക്ക് നിൽക്കില്ല. അത് ഒരു പരീക്ഷണം നടത്തി. തിരക്കല്ല, ഭയങ്കര തിരക്കാണ്. പക്ഷെ എത്ര തിരക്കാണെങ്കിലും നമ്മളിതിന് ആസ്വാദനം അല്ലേ വല്ലാത്ത തലത്തിലേക്കാണ് പോകുന്നത്. നല്ല പരിപാടി, അടിപൊളി, ഉഷാറാവട്ടെ. അപ്പൊ ഹാപ്പി പൂരം. അപ്പോൾ ആ പൂരം സന്ധ്യയിൽ കുറെ ചുള്ളൻ ചക്കന്മാര് വന്നിരിക്കുകയാണ്. മച്ചാന്റെ പേരെന്താ? മർഫിൻ. ഉമർ. ഫാദിൽ. എവിടെ സ്ഥലം? എവിടെയാണ്? ഞങ്ങൾ മുതുവറ. അവ എന്താ പഠിക്കണോ? എത്രയിലായി? 3-ല്. ഇനി 4-ലേക്ക്. 7th-ലേക്കാണോ 8-ലേക്കാണോ? 7th-ലേക്ക്. മോനെന്ത് ചെയ്യണേ? 10th-ലോട്ട്. എങ്ങനെയുണ്ട്? വൈബാണോ? എത്ര മണിക്ക് കയറി മച്ചാനെ? ഞാൻ ഇവിടെ ഒരു 4:30 കയറിയതാ. 4:30 കയറി. അത്യാവശ്യം ഒക്കെ റൗണ്ട് അടിച്ചു? ഫുള്ള് റൗണ്ട്. അതല്ല, നമ്മുടെ ഗെയിമിനൊക്കെ പങ്കെടുത്തോ? അങ്ങനെ കയറിയില്ല. അങ്ങോട്ട് അത് കയറിയില്ല. മറ്റേ എറിയണ സംഭവമൊക്കെ നമ്മൾ പങ്കെടുത്തു. പങ്കെടുത്തതിന് വല്ല കിട്ടിയോ? ഒന്നും കിട്ടണ്ട. പങ്കെടുത്തോ? അതാണ് നമുക്ക് സമ്മാനമല്ല അല്ലെ, പങ്കെടുക്കുക എന്നുള്ളതാണ്. ആരൊക്കെ വന്നിരിക്കണേ? ഞങ്ങൾ 3 പേരുണ്ട്, പിന്നെ പാരന്റ്സ് ഒക്കെ ഉണ്ട്, ഫാമിലി ഉണ്ട്. അപ്പൊ തകർക്കുക. പൂരത്തെ കുറിച്ച് 2 വാക്ക് പറഞ്ഞേ. തൃശ്ശൂർ പൂരത്തെ കുറിച്ച് 2 വാക്ക് പറഞ്ഞേ. അടിപൊളിയാണ്, പിന്നെ നല്ല ഫണ്ണാണ്. അടിപൊളിയാണ്, ഫണ്ണുമാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയുവാണെങ്കിൽ ഗംഭീര ഒരു സമ്മാനമുണ്ട്. നിവർന്ന് നടക്കാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷി ഏതാ? ഒട്ടക പക്ഷി അല്ല. നീണ്ടെന്ന് പറഞ്ഞ പക്ഷി അല്ല. യൂട്യൂബുകാരാ? അറിയോ? അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞു. സാരില്ല, പങ്കെടുത്തോ? ഇന്ന് നമ്മുടെ ദിവസം അല്ലാന്ന് വിചാരിച്ചു. എറിഞ്ഞാനൊന്നും കിട്ടിയില്ല. ഇവിടെ വന്നപ്പോ എങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു, കിട്ടിയില്ല. സാരില്ല കേട്ടോ. അപ്പൊ ഒത്തിരി സന്തോഷം മച്ചാനെ. ഹാപ്പി പൂരം. വീണ്ടും കാണാം. പൂരത്തിന് വരില്ലേ? കാണാട്ടോ. എന്തായാലും ഒത്തിരി സന്തോഷം നിറഞ്ഞ മനസ്സോട് സന്തോഷത്തോടു കൂടി ധാരാളം പേരിലേക്ക് ഞങ്ങൾ ഓടി എത്തുമ്പോൾ കൂടുതൽ അതിഥികളിലേക്ക് ഞങ്ങൾ എത്തുകയാണ്. അങ്ങനെതാ പൂരം സന്ധ്യയിൽ ഒരു അതിഥി വന്നിരിക്കുകയാണ്. നമസ്കാരം. എവിടെ നിന്ന് വരുന്നത്? ഞാൻ ചേലക്കര പാഞ്ഞാളി എന്ന് പറയുന്നത്. പാഞ്ഞാളും ഗംഭീര സ്ഥലമാണല്ലോ, അടിപൊളി പ്രകൃതി രമണീയം. അതിരാത്രി എന്നല്ലേ പേര്? മനോജ്. ചേച്ചി പേര്? രാഗി. ജോലി വല്ലതും ഉണ്ടോ? വീട്ടിൽ തന്നെ. മോനെ പേരെന്താ? അക്ഷി. ചെറുതിന്റെ പേരാ? എന്താ ചെയ്യണേ ചേട്ടാ? എന്ത് ചെയ്യണേ? ഞാൻ വർക്ക് ചെയ്യാണ്. എങ്ങനെയാണ് നമ്മുടെ പൂരത്തിന്റെ ആ ഒരു വരവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആള് കൊണ്ടുവരാറുണ്ടോ? എല്ലാ കൊല്ലം കൊണ്ടുവരാറുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള ഇതാ കൊടമാറ്റാണോ? കുടമാറ്റം തന്നെ. അത് കണ്ടിട്ടേ പോവാറുള്ളൂ. പൂരത്തിന് അങ്ങനെ വരാറില്ല. എക്സിബിഷൻ എന്തായാലും എല്ലാ വർഷവും വരും. ചേട്ടനെ പൂരത്തിന് എത്താറുണ്ടോ? എത്തും. നമുക്കൊരു വികാരമാണല്ലോ അല്ലെ? ആളെ കൊണ്ടൂടെ കൂടെ ഒരുമിച്ച്? തിരക്ക്. പക്ഷേ സ്ത്രീ സൗഹൃദ പൂരാണ്, കുറച്ചുകൂടി നമുക്ക് സൗകര്യപ്രദമായി കാണാനും. അടുത്ത പൂരത്തിന് പിറ്റേ ദിവസം നോക്കണം. പകൽ പൂരത്തിനുണ്ട്. നമ്മുടെ തട്ടക നിവാസികളുടെ പൂരത്തിന് എന്തായാലും കൊണ്ടുവരിക. ആഗ്രഹങ്ങളില്ലേ? എന്തായാലും ഒന്നും മേടിച്ചു കൊടുത്തില്ലേ? വാങ്ങി. എത്ര മണിക്ക് പോന്നേ? രാവിലെ അവിടുന്ന് ഉച്ചയ്ക്ക് പോന്നു? ഉച്ച കഴിഞ്ഞ് പോന്നു. എന്തായാലും ഉഷാറായിട്ട് ആഘോഷിക്കുക. ആയിക്കോട്ടെ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും. ഹാപ്പി പൂരം. എന്തായാലും പാഞ്ഞാൾ ഭാഗം നമസ്കാരമുണ്ട്. എവിടെന്നാ വരണത് എല്ലാരും? ഒന്നും നിന്നെ ചോദിക്കട്ടെ, ഓടി പോണണ്ട്. എന്താ പറഞ്ഞേ? ഊരത്തുനിന്ന്. എവിടെയോ കണ്ടുപരിചയുണ്ടെന്നല്ലേ? അല്ലെ, അങ്ങനെ പറഞ്ഞോ? അപ്പൊ പേരെന്ന് പറഞ്ഞു? പ്രഭിത. രാഗി. സോബിൻ. ഭയങ്കര പേരാണല്ലോ. അർച്ചന. മച്ചാനെ പേര് പറയടാ. നിതിൻ. അപ്പോ എല്ലാരും കൂട്ടുകാരികളാണോ അയലക്കംകാരാണോ എന്താണ്? ഒരു വീട്ടുകാരാണോ? അതായത് ചേട്ടനി മക്കൾ അങ്ങനെയാണോ? ഓ ശരി. ഇതിന്റെ മെയിൻ ഹെഡ് ആരാണ്? ഞാനാണ് ആ ഹെഡ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാൻ തന്നെ. ഞാനാണോ തീരുമാനിക്കണത് എന്ന് പോണം, എവിടെ പോണം, എങ്ങനെയൊക്കെ പോണം? ആണോ? ഈ ഞാൻ എന്ത് വാങ്ങി തന്നു?
അതല്ല, അപ്പൊ ഹെഡിനോട് ചോദിക്കട്ടെ, ഹെഡ് ഇവർക്ക് എന്തോ വാങ്ങിക്കൊടുത്തു? ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു, വെള്ളം സത്യാണോ? ആരുടെ കാശ്? ഓ എന്താ പൊന്നെ, അപ്പൊ ആള് ചെറിയ ആളൊന്നല്ല, മനസ്സുള്ള ആളാണ് അല്ലേ? മനസ്സ് നിറഞ്ഞ ആളാണ്. അപ്പൊ ഇനി എങ്ങനെയാണ് പൂരത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? എന്താണ് നിങ്ങളുടെ, എങ്ങനെയാണ് അടുത്ത ഹെഡിനോട് തന്നെ ചോദിക്കാം, ഇവരെയൊക്കെ കൂട്ടി എന്ന് വരും, എങ്ങനെയാണ് പ്ലാൻ? പ്ലാൻ ചെയ്തിട്ടില്ല. പകൽപൂരത്തിന് വരാറുണ്ടോ? മാക്സിമം നമ്മുടെ പൂരത്തിന് വരാറുണ്ട്. മറ്റേ കുടമാറ്റം അതിനൊന്നും എത്താറില്ല. സാമ്പിളോ? ടി വി കാണും, ഇങ്ങോട്ട് വരാറില്ല. എന്താ ചെയ്യണേ എല്ലാരും? ഞാൻ ബ്യൂട്ടീഷ്യനാണ്. ഞാൻ ബ്യൂട്ടീഷ്യനാണ്. നഴ്സറി. ആ, ഏത് കൊച്ചുകുട്ടികളുടെ നഴ്സറി? ഓ ശരി. ഞാൻ 12th പഠിക്കും. ഓ ചേച്ചി എന്താണ് ഹെഡ് എന്താണ്? ടീച്ചർ. അങ്ങനെ തന്നെ വേണം. പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ തന്നെ വേണം അല്ലേ? ഏത് സ്കൂളിലെ ടീച്ചറാ? ഞാൻ ട്രിവാൻഡ്രത്താണോ? ഇവിടെ ഒന്നല്ല, അങ്ങോട്ട് പോയി. എങ്ങനെ സഹിക്കണപ്പാ? 10th കഴിഞ്ഞു. മോളോ? 6ാം ക്ലാസ് പഠിക്കുന്നു. 6ാം ക്ലാസ് പഠിക്കണം. ഇനി 10th-ലേക്ക്. അപ്പൊ എന്തായാലും സന്തോഷമായി, നിങ്ങൾ എല്ലാരും കണ്ടു, പരിചയപ്പെട്ടുല്ലോ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിവർന്ന് നടക്കാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷി? അല്ല, ആലോചിച്ചോ ടീച്ചർ, പറയൂ ടീച്ചർ. അല്ലല്ല, കുസൃതിയല്ല. കുസൃതിയൊക്കെ വിട്ടു. എന്ത് കുസൃതി? ആരാന്ന് പറഞ്ഞേ? ടീച്ചർ അടിച്ചു. കൺഗ്രാജുലേഷൻ, കൈ തരണു. ഇപ്പൊ പറയും ടീച്ചർ പഠിപ്പിച്ചതെന്നാ. അങ്ങനെ പറഞ്ഞോ? എന്തായാലും സന്തോഷമായില്ല. നിങ്ങൾ പ്രതീക്ഷിച്ചോ ഇങ്ങനെയൊക്കെ കാണുന്നു? ഇല്ലല്ലോ. അപ്പോ ഒരിക്കൽ കൂടി ചോദിക്കുന്നു, നിവർന്ന് നടക്കാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷി എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് പെൻഗിൻ എന്ന കൃത്യമായ ഉത്തരം. ആ പേരെന്ന് പറഞ്ഞു? അഞ്ജന പറഞ്ഞിരിക്കുകയാണ്. അഞ്ജനയ്ക്ക് അങ്ങനെ സമ്മാനം കൊടുക്കട്ടെ. അപ്പൊ എല്ലാവരോടും ഒരുമിച്ച് പിടിച്ചോളൂ, കൈ ഒന്ന് പിടിച്ചോളൂ. അപ്പോൾ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം എന്താ അടിച്ചിരിക്കുകയാണ്. ഊരകത്തുനിന്ന് വന്നിരിക്കുകയാണ്. എന്താണ് വീട്ടുപേരെന്താ? കോവാട്ടിൽ ഫാമിലി മുഴുവനായിട്ട് അടിച്ചോണ്ട് പോവുകയാണ്. അപ്പോ സന്തോഷല്ലേ? അപ്പൊ ഹാപ്പി പൂരം കൊടുത്തേ. നമസ്കാരമുണ്ട്. പേര്? മിനിയേച്ചി. പേര്? ഗോപിക. എന്ന് പഠിക്കണോ? എവിടെ? എന്ത്? വിമല കോളേജിൽ. എങ്ങനെയുണ്ട് നമ്മുടെ പൂരത്തിന്റെ വൈബ് ആയോ? വൈബായി തുടങ്ങി. എങ്ങനെയായിട്ടാണ് പ്ലാൻ? എങ്ങനെയാ പ്ലാനിങ്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഫസ്റ്റ് എക്സിബിഷൻ, അത് കഴിഞ്ഞ സാമ്പിള്, അത് കഴിഞ്ഞ പിന്നെ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഈ കൂടെ തന്നെയാണോ? ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഈ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടോ? വീട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടാവും, പിന്നെ ഉള്ള ഫ്രണ്ട്സ് ഉണ്ടാവും. അങ്ങനെയൊക്കെ. വിമല കോളേജിൽ നിങ്ങളെ ഒരു ടീമില്ലേ? പല സ്ഥലങ്ങളിലുള്ള ടീമുകളുണ്ടാവില്ലേ? കോഴിക്കോടുന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെ. അവരൊക്കെ വിളിച്ചിട്ടുണ്ടോ? ആരും വിളിച്ചിട്ടില്ലേ? കണക്ഷൻസ് ഇല്ല. ഞാൻ തന്നെയാ നടക്കാറുള്ളൂ. അങ്ങനെയല്ല, തൃശ്ശൂരിൽ തന്നെ ഫ്രണ്ട്സാ കൂടുതൽ. തൃശ്ശൂരിലെ ഫ്രണ്ട്സ് ആണ് കൂടുതൽ. അപ്പൊ ഉഷാറാവട്ടെ, ഹാപ്പി ആയിട്ട് പോട്ടെ കേട്ടോ. തൃശ്ശൂർകാരല്ലേ നമ്മള്. ഓ സന്തോഷം. അപ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ആഹ്ലാദ ആരവങ്ങൾ. നമുക്കറിയാം ഇനിയുള്ള മണിക്കൂർ, ഇനിയുള്ള ദിവസങ്ങളെന്നൊക്കെ പറയുന്നത് വേറെ ഒരു ലെവൽ ദിവസങ്ങളിലേക്ക് പോകും. അവിടെ കുറച്ചൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്, നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഫോട്ടോ എടുക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് നോക്കാം. നമസ്കാരമുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞെങ്കിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. പൂരം സന്ധ്യയിലാണ് വന്നിരിക്കുന്നത്. എവിടെ നിന്ന് വരണം ചെയ്യും? നടത്തറ. ചെറുതിന്റെ പേരെന്താ? ജിയന്ന. വേറെ വെറൈറ്റി പേരാണല്ലോ. ആരാണ് പേരിന്റെ ഉടമസ്ഥ? എങ്ങനെ കണ്ടുപിടിച്ചത്? സാറെ ജിഎൻഎം എന്ന് കേട്ടിട്ടുണ്ട്. അല്ല, ജിയന്ന എന്ന് പറയുന്നത് വിശുദ്ധയുടെ പേരാണ്. വിശുദ്ധയുടെ പേരാണ്. ഒന്ന് പറഞ്ഞു തരാമോ? അത് ഒരു പേര് കേൾക്കുന്ന ആളുകൾക്ക് ഒരു കൗതുകം ഉണ്ടാവും, അതുകൊണ്ടാണ്. ജിയന്ന ബെറീറ്റ മോളെന്നാണ് വിശുദ്ധയുടെ പേര്. ആ ഒറ്റ പേര് നിർത്തിയേക്കോണോ? ജിയന്ന ജിൻഡോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. വെറൈറ്റി പേരുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആകെ ഒരാളുള്ളൂ. എന്താ ചെയ്യണേ ചേച്ചി? ഞാൻ നഴ്സാണ്. എവിടെയാണ്? നാട്ടിൽ തന്നെയാണോ? അതെ. ഞാൻ നഴ്സിംഗ് ട്യൂട്ടറായിട്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഓ ശരി. അപ്പോ എങ്ങനെയാണ് പൂരത്തിന്റെ ഒരുക്കങ്ങളൊക്കെ? എങ്ങനെയാണ്? നന്നായിട്ടുണ്ട്, നൈസാണ്. എക്സിബിഷനൊക്കെ, സ്റ്റോളുകളൊക്കെ പുതിയത് ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും കൂടുതൽ സ്റ്റോളുകൾ ഇപ്പൊ വന്നിട്ടുണ്ട്. ഉഷാറാണ്. എങ്ങനെയാ? അന്നത്തെ ദിവസം ലീവ് ഉണ്ടോ? അന്നത്തെ ദിവസം ലീവില്ല. അന്നത്തെ ദിവസം നമ്മൾ ഡ്യൂട്ടിയാണ്. അതിന് വരാണ്ട് തീർത്തു. അതെ. അമ്മ എന്ത് മേടിച്ചു തന്നു മോൾ? ചുരിദാർ സെറ്റ്. അമ്മയ്ക്കൊരു ചുരിദാർ സെറ്റ് മേടിച്ചു കൊടുത്തു. 2 ഒന്നല്ല 2 എന്തായാലും ഇതൊക്കെ ഒരു രസം. ഇവിടെ വരിക, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങുക, കഴിക്കുക, പോവുക അല്ലേ? മനസ്സിന്റെ ഒരു ഹാപ്പിനെസ്. ഇവർക്കും ഒരു ഹാപ്പിനെസ്. കൊച്ചിനെ കൂടെ ഒന്ന് പുറത്തിറങ്ങിയ. ഏത് സമയത്ത് ഇറങ്ങിയത്? ഞങ്ങൾ ഇവിടെ ഒരു 5 മണി കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. അപ്പൊ അത്യാവശ്യം ഒന്ന് ചുറ്റിക്കറങ്ങി. ചുറ്റിക്കറങ്ങി. ഓക്കെ. ഹസ് ഇവിടെയാണോ? അതെ, ഹസ്ബൻഡ് നാട്ടിൽ തന്നെയാണ്.
ഓക്കെ, അപ്പൊ 2 ചുരിദാർ തയ്ച്ചിട്ടിട്ട് പൂരത്തിന് വരിക. അത് വരാം. ശരി, എന്തായാലും ഉഷാറാവട്ടെ. സന്തോഷം. നിറഞ്ഞ സന്തോഷത്തോടെ പോകുന്ന ഓരോ ആളുകളിലേക്കും ഒക്കെ ഞങ്ങൾ അതിഥികളിലേക്കൊക്കെ വേഗത്തിലെത്തുമ്പോൾ പൂരം സന്ധ്യയുടെ മനോഹര നിമിഷത്തിൽ നമസ്കാരമുണ്ട്. എവിടെ നിന്നാണോ വരുന്നത്? വരന്തരപ്പള്ളി. എന്താ പേര്? സിജോ. സിജോ. ഓ, ചേച്ചിയുടെ പേര്? നിഖില. മോനെ പേരെന്താ? ഹെൻഡ്രിക്. സിജോക്ക് ഐസ്ക്രീം മേടിച്ചു വന്നോ? ഇപ്പൊ എന്താ മേടിച്ചു കൊടുക്കാൻ ഐസ്ക്രീം? മേടിച്ചു കൊടുക്കാൻ പോണ്. എടാ പുറത്തിറങ്ങുമ്പോ മേടിച്ചു തരാൻ പോവാന്ന്. ഞാനാണ് ശരിയാക്കി തന്നത്. എനിക്ക് അതിന്റെ കമ്മീഷൻ വേണം. 2 ഐസ്ക്രീം എനിക്ക് തരണം. പറ്റുമോ? പറ്റില്ലേ? അവൻ ആർക്കും കൊടുക്കില്ല. എന്താ ചെയ്യണ ചേട്ടാ? ഞാൻ പുറത്താണ്. പ്രവാസിയാണ്. അപ്പൊ പ്രവാസിക്ക് എത്ര ദിവസം ഉണ്ട് ലീവ്? ഞാൻ കുറച്ച് നാളത്തെ കൂടി ഉണ്ട്. അപ്പൊ പൂരം ആഘോഷിക്കാം. അടുത്ത മാസം പോകും. പൂരം കഴിഞ്ഞിട്ടില്ലേ പോളൂ? വരാറുണ്ടോ? പൂരം കാണാൻ വരാറുണ്ടോ? വരാറുണ്ട്. നിങ്ങൾ പ്രവാസികൾക്കൊക്കെ എങ്ങനെയാ ആ സമയത്ത് അവിടെ ഇരിക്കാൻ പറ്റണേ? ലൈവ് കാണാലോ. ലൈവ് ആണല്ലേ, അല്ലാണ്ട് വേറെ ഒരു മാർഗ്ഗമില്ല. ചേച്ചി എങ്ങനെയാ പൂരത്തിനൊക്കെ ആള് കൊണ്ടുവരാറുണ്ടോ? വരാറുണ്ടോ? ഈ പ്രാവശ്യം എന്തായാലും വരും. അങ്ങോട്ട് നോക്കണ്ട, എന്തായാലും കൊണ്ടുവരുമെന്ന് പറഞ്ഞേക്കണേ. ലീവ് ഉണ്ടല്ലോ. അപ്പൊ ഉഷാറാവട്ടെ. കാര്യമായിട്ടൊന്നും വാങ്ങിയില്ലേ? എന്താ ചേട്ടാ കാര്യമായിട്ട് മേടിച്ചു കൊടുക്ക്. അവൻ എന്തായാലും ഐസ്ക്രീം മേടിച്ചു കൊടുക്കുക. ഉഷാറാവട്ടെ. ഹാപ്പി പൂരം. ഓക്കെ, നിറഞ്ഞ സന്തോഷം. മച്ചാനെ എവിടെ നിന്ന് വരണേ? തൃശ്ശൂരാരാണ്? എന്റെ പേര്? ഡാനിയൽ. തൃശ്ശൂർ. പേര്? 2 ഡാനിയൽമാര്. നിന്റെ പേര് ഡാനിയൽ? ബെനറ്റ്. ഇതെപ്പോട്ടാണ് ഭയങ്കര വെറൈറ്റി ഉള്ളു. ഡാനിയൽമാര്, ബെനറ്റുമാര്. എന്താ ചെയ്യണ മച്ചാനെ? കഴിഞ്ഞു. എങ്ങനെയാണ് എക്സാം? ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നില്ല. മോനോ? +1. 10ലേക്ക്. എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? പടക്കില്ലേ? ലാസ്റ്റ് സിലബസ് ആണ് നിങ്ങളുടെ ഈ വർഷം? ലാസ്റ്റ് സിലബസ് ആണ്. 9 മാറിയിരുന്നു. 9 മാറി. അല്ല, ഇപ്പൊ പുതിയ ഫ്രഷ് സിലബസ്. അപ്പൊ എങ്ങനെയാണ് പ്രതീക്ഷ? എങ്ങനെയാ? 100% പ്രതീക്ഷയാണ്. സിലബസ് എന്ന് പറയുമ്പോൾ സിലബസ് 6 സിലബസ് അതൊക്കെ അത്രേ ഉള്ളൂ. അല്ല പിന്നെ പടക്കന്നെ. അങ്ങനെ പൂരത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞു. പൂരത്തിന് എങ്ങനെയാണ് കാര്യങ്ങള്? അടിച്ചു വിളിക്കണം. വരാറുണ്ടോ? സ്ഥിരം വരാറുണ്ടോ? നിങ്ങൾ സാമ്പിളാണ് കൂടുതൽ വരാറ്? അല്ല, വെടിക്കെട്ടാണ്. പുലർച്ചെ വെടിക്കെട്ടിന് വരുമോ? ചിലപ്പോ. ഞാൻ ക്യാമ്പിന് പോവാ. നീ പൂരത്തിന് വരില്ലേ? ലൈവ് കാണും. TCVയില് ലൈവ് കാണും. അത്രേ ഉള്ളൂ. അവൻ TCVയിൽ ഇരുന്ന് ലൈവ് കണ്ടോണ്ട് ക്യാമ്പിന് പോവാണ്. എന്നാലും മച്ചാനെ, പൂരത്തിന് തലേദിവസം എന്താ ക്യാമ്പിന് പോണേ? ക്യാമ്പിന് ഞാൻ നാളെ പോകും. നാളെ പോയിട്ട് ഞാൻ എന്താ പറഞ്ഞത് തിരിച്ചെന്ന് പറഞ്ഞു? ഞാൻ 15-ാം തീയതി. 15-ാം തീയതി അല്ലേ? അപ്പൊ പൂരം അല്ലാണ്ട് അങ്ങോട്ട് നമുക്ക് നഷ്ടപ്പെടും. കുഴപ്പമില്ല. ഞങ്ങള് 3-ാം തീയതി തിരിച്ചു വരും. അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ. സാരമില്ല മച്ചാനെ. അപ്പൊ തത്സമയം നമ്മുടെ TCVയില് എല്ലാം എത്തിക്കുന്നുണ്ട്. ക്യാമ്പിന്റെ ഇടയിലേക്ക് ഒന്ന് കാണുക, ആസ്വദിക്കുക കേട്ടോ. സ്ഥിരം കാണാറില്ലേ? ഒത്തിരി സന്തോഷം. നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾ പോവുകയാണ്. ഹാപ്പി പൂരം. അപ്പൊ മച്ചാനെ, ഞാൻ ചോദിച്ചു ചോദിക്കട്ടെ, ഏത് ജീവിയാണ് മൂക്കിലൂടെ വെള്ളം കുടിക്കുന്നത്? ആനല്ലേ? അല്ല, അറിയില്ല. ജീവിയാന്ന് വെച്ചാ ആമല്ലേ? ആമ. അത് നീ ആനയാണല്ലോ ആദ്യം പറഞ്ഞേ. ഇപ്പൊ മാറ്റി ആമയാക്കി. ഉറപ്പിക്കാമോ? അതെ. പൂട്ടട്ടെ? പൂട്ടിടാ മച്ചാനെ. നിനക്ക് കിട്ടിയിരിക്കുകയാണ്. എന്റെ പൊന്നെ, കൊടുക്കാം. അഭിനന്ദനം കൊടുക്കാം. എനിക്കല്ല, അവന് കൊടുക്ക. എനിക്ക് സെക്കൻഡ് ഡാനിയൽ അടിച്ച് പൊളിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചോദ്യം ഒന്നുകൂടെ പറയാണ്. എന്താണ്? മൂക്കിലൂടെ വെള്ളം കുടിക്കുന്ന ജീവി ഏതാന്നാണ് ചോദിച്ചത്. ആമയാണ് കറക്റ്റ് ആൻസർ പറഞ്ഞ് നമ്മുടെ ആദ്യത്തെ ഡാനിയൽ, പൊക്കമുള്ള ഡാനിയൽ സമ്മാനം നേടിയിരിക്കുകയാണ്. പൊക്കം കുറഞ്ഞ ഡാനിയലും പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പേര് വിട്ടുവിടാം, ബെനറ്റും കൂടി ഒരുമിച്ച് പിടിക്കുകയാണ്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം. താങ്ക്സ്. ഒരു ഹാപ്പി പൂരം കൊടുത്തേ. ഒരു പാട്ട് പാടാൻ അറിയാം? ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. പൂരം എനിക്കൊന്ന് കാണണം കാന്ത. എന്തായാലും പൂരം കാണാൻ അവന് ഈ പ്രാവശ്യം ഇല്ല. അവൻ ക്യാമ്പിന് പോവാ. സാറിയില്ല മച്ചാനെ, നീ TCV കാണട്ടോ. അപ്പൊ ഹാപ്പി പൂരം കൊടുത്തേ. അപ്പോൾ വീണ്ടും പൂരം സന്ധ്യയിൽ വീണ്ടും ഒരു അതിഥിയിലേക്ക് വരികയാണ്. ചേട്ടാ പേര്? സുധീഷ്. എവിടെ നിന്ന് വരണേ? അന്തിക്കാടാണ് ജോലി. മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വർക്ക് ചെയ്യണം. എന്ത് ജോലിയാ? ശരി. ചേച്ചി ജോലി വല്ലതും ഉണ്ടോ? KGM പോണോ? മച്ചാനെ പേരെന്താടാ? സഞ്ജി കൃഷ്ണ. എത്രയിലും പഠിക്കണേ?
അതിനുണ്ട് ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ടോ? അത് ശരി. പ്രേക്ഷകനാണ്, ഇന്നലെയും കണ്ടു. അതിനുണ്ട് പ്രോഗ്രാമിനെ കുറിച്ച് എങ്ങനെ അഭിപ്രായം എങ്ങനെയാണ്? അഭിപ്രായം കുഴപ്പമില്ല, നല്ല അഭിപ്രായം. കുഴപ്പമില്ലെന്ന് മാത്രമേ ഉള്ളൂ. ചെറുതായിട്ട് വരുന്നുണ്ട്. നല്ല പ്രോഗ്രാമാണ്. നമ്മൾ ഇനി പ്രോഗ്രാം അതായത് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഒരുപാട് അതിഥികളെ കിട്ടുന്നുണ്ട്. അപ്പോൾ ചേട്ടനെ തന്നെ കാണുന്നു. ചേട്ടൻ ഇപ്പോൾ ഞങ്ങൾ യാദൃശ്യമായിട്ട് ചേട്ടൻ്റെ അടുത്തേക്ക് വരുന്നത്, അന്തിക്കാട് നിന്നാണ് വരുന്നത്, വിശേഷങ്ങൾ പങ്കിടുന്നു. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്, സൗഹൃദങ്ങളൊക്കെ. എങ്ങനെയാണ് പൂരത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? വരാറുണ്ടോ? എങ്ങനെയാണ്? പൂരം കഴിഞ്ഞ പ്രാവശ്യം വ്യത്യാസം വരും. പകൽപ്പൂരത്തിന് എന്തായാലും വരും ചേച്ചി. അത് എന്തായാലും ആള് കൊണ്ടില്ലേ ഈ പ്രാവശ്യം? എങ്ങനെയാ ഈ പ്രാവശ്യം തീർച്ചയായിട്ടും കൊണ്ടുവരും. ഉഷാറാവട്ടെ കേട്ടോ. പൂരല്ലേ അല്ലേ? മലപ്പുറത്തൊക്കെ പോയിട്ട് മലപ്പുറത്തുകാരോട് പറയാറുണ്ടോ? അവിടെ ഭയങ്കര എൻജോയ് അല്ലേ, അവരെന്തായാലും വരും. അവിടെ ഉള്ളവര് വെടിക്കെട്ട് എല്ലാവർക്കും വെടിക്കെട്ട് ഭയങ്കര ഹരാണ്. ചേച്ചിനെ കൊണ്ടുവരാറുണ്ടോ? കൊണ്ടുവരാറുണ്ട്. നമ്മുടെ മച്ചന്മാരെങ്ങനെയാ പഠിക്കാൻ കാര്യത്തിലൊക്കെ എങ്ങനെയാ? സൂപ്പറാണ്. കളിയാണ്. ഇത് ആരാണ് എറിഞ്ഞത്? ഏറുകാരനാണ്. അത് എവിടെടാ? ഇതുകൊണ്ടോ ഹോർലിക്സ് കിട്ടിയെന്ന്? അങ്ങനെയൊന്നും ഹോർലിക്സ് ഒന്നും കിട്ടാറില്ല. ആരാണ് എറിഞ്ഞത്? ഈ ഹോർലിക്സുകാർ എറിഞ്ഞ് വീഴ്ത്തിയത് ആര്? ഞാൻ തന്നെ. എത്ര സമ്മാനം എറിഞ്ഞ് കിട്ടിയിട്ടുണ്ട്? 3 തന്നെ. ഭയങ്കര ഏറുകാരോ. എന്തായാലും ഞാൻ ചോദിക്കാൻ കാരണമുണ്ട്. കാരണം ഈ ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് ഒരുപാട് പേര് പുറത്തേക്ക് വരാറുണ്ട്. പക്ഷെ അങ്ങനെ കാര്യമായിട്ട് ആർക്കും സമ്മാനം കിട്ടാറില്ല. ഈ ഹോർലിക്സ് ഒക്കെ എറിഞ്ഞ് കിട്ടാന്ന് പറഞ്ഞാൽ വേറെല്ല. ഈ ഇങ്ങനെ എറിഞ്ഞിട്ട് അടിച്ചെടുത്താണോ ചേച്ചീനെ അങ്ങനെ എറിഞ്ഞ? അങ്ങനെയല്ല. അതെന്തായാലും എറിയാൻ പോയില്ല. എന്തായാലും ഈ ഒരു പ്രായത്തിൽ ഒരു രസമല്ലേ മച്ചാന്മാരൊക്കെ. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോകണം. ആ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയുവാണെങ്കിൽ ഒരു സമ്മാനമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ TV ഏതാ? TV ചാനല്. നമ്മുടെ ചാനലുകളുണ്ടല്ലോ. അല്ല അത് പറഞ്ഞു, ആള് പറഞ്ഞു. ഒന്നോടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒമ്പടാ സമ്മാനം അടിച്ചിരിക്കുകയാണ്. ഏറുകാരൻ അങ്ങനെ വീണ്ടും സമ്മാനം അടിച്ച് വീട്ടിൽ കൊണ്ടുപോയി സമ്മാനങ്ങൾ മാത്രം മേടിക്കാനായി വീണ്ടും പെരുടോയി സുധീഷ് ഏട്ടൻ ഇങ്ങനെ ജീവിക്കുകയാണ്. എന്നാലും സുധീഷ് ഏട്ടൻ ഒരു പാട്ട് പാടി തന്നെ. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കൊച്ചു പൂമ്പൊടിയായി പൂമഴയാ പൊന്നോ മനക്കിന്നാരം, ഈ കൈവിളകൾ കൊഞ്ചുമ്പോൾ 1000 പൂന്തോണി, ഒന്ന് വന്നു ഒന്ന് കണ്ടു ഒന്ന് മിണ്ടിയില്ല. ആള് പാട്ട് പാടി തരാറുണ്ടോ? പാട്ട് പാടി തരാറുണ്ടല്ലേ? എന്തായാലും സന്തോഷമായി. ഇതാണ് ലൈഫ് എന്ന് പറഞ്ഞത്. ഏത് സിനിമയില്? ചെറിയ റോള് മതിയെന്നേ. രസമല്ലേ? കൂട്ടുകാരന്റെ അസിസ്റ്റന്റ്. എന്തായാലും നല്ല കാര്യമാണ്. ജീവിതത്തിൽ ഇതൊക്കെയാണ് ഹാപ്പിയായി കിട്ടുന്ന കാര്യങ്ങൾ. പാട്ട് പാടുക, എൻജോയ് ചെയ്യുക. സമ്മാനം അടിച്ചിരിക്കുകയാണ്. ഹോർലിക്സിന്റെ ഒപ്പം തന്നെ ഞങ്ങൾ നൽകുന്ന ഒരു കിഡിലൻ സമ്മാനം കൂടെ കൂടിയിട്ട് ആ 3-4 പേരോട് പിടിച്ചോ. അപ്പൊ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിഡിലൻ സമ്മാനം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ചോദ്യം ഇതായിരുന്നു, കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ചാനൽ ഏതാണെന്ന് ചോദിച്ചത്. ഉത്തരം ഏഷ്യാനെറ്റാണ്. ഏഷ്യാനെറ്റിൽ നിന്ന് സമ്മാനം പറഞ്ഞു ഉത്തരം പറഞ്ഞുകൊണ്ട് സമ്മാനങ്ങളുടെ പെരുമഴ തീർത്തുകൊണ്ടതാ വീണ്ടും പുറത്തേക്ക്. ഇനി എന്താ പരിപാടി? ഇനി വീട്ടിൽ പോകണം. പൂരത്തിന് വരില്ലേ? നമുക്ക് കണ്ടുകൂടാം. അപ്പൊ ഹാപ്പി പൂരം. അങ്ങനെ പൂരം സന്ധ്യയിൽ വീണ്ടും കുറച്ച് അതിഥികളൊക്കെ ആയിട്ട് വരികയാണ്. ചേട്ടാ നമസ്കാരം ഉണ്ട്. എവിടെന്നാ വരണേ? ഞങ്ങള് ഗുരുവായൂരാണ്. ഗുരുവായൂർ എവിടെയായിട്ടാ സ്ഥലം? ഗുരുവായൂർ ആനക്കോട്ടയ്ക്ക് അടുത്തായിട്ട്. ആനക്കോട്ടയുടെ തൊട്ടടുത്താണ്. എന്താ ചെയ്യണേട്ടാ? ഞാൻ ഗൾഫിലാണ്. പ്രവാസിയാണ്. അപ്പൊ ചോദിക്കാൻ ധാരാളം ചോദിക്കണം. പ്രവാസിയുടെ ഭാര്യ എവിടെയാണ്? നാട്ടിൽ തന്നെയാണ്. ഓ ശരി. അമ്മ പേര്? ശാരദ. പേര്? ദീപ. ചെറുതിന്റെ പേരെന്താണ്? അനീകൃഷ്ണ. അവിടെ? അശ്വിൻ. ചേട്ടാ? അജീഷ്. നാട്ടിൽ തന്നെയാണോ? നിങ്ങളൊക്കെ പ്രവാസികളാണോ? ഭയങ്കര. എവിടെയാ സ്ഥലം? എവിടെയാ? അല്ല പുറത്തെവിടെയാ? ദുബായിൽ. ചേട്ടനും ദുബായിലാണ്. അവന്തിക്ക് എന്താണ് അച്ഛൻ മേടിച്ചു തന്നെ? ഇപ്പൊ ശരിയാക്കി തരാം. എന്താ മേടിച്ചു തന്നെ? ഒന്നും വാങ്ങി തന്നില്ലേ? വാങ്ങിച്ചു തന്നു. ഐസ്ക്രീം മേടിച്ചു തന്നോ? എങ്ങനെയാ പ്രവാസികളായി നിങ്ങൾക്ക് എങ്ങനെയാണ് പൂരത്തിന്റെ ആ ഒരു ഫീലൊക്കെ? നല്ലൊരു എൻജോയ്മെന്റ് ആണ്. ഒരു പുതിയൊരു എക്സ്പീരിയൻസ്. കുറെ കൊല്ലത്തിന് ശേഷം കിട്ടിയ ഒരു പൂരാണ്. അത് ശരി. ഈ വർഷം പൂരം കഴിഞ്ഞിട്ട് പോകും. രണ്ടുപേരും അങ്ങനെ തന്നെയാണോ? നല്ലൊരു. നിങ്ങൾ ആ റൂമിലൊക്കെ ഇരിക്കുന്ന ആ സമയത്ത്, അതായത് ഈ പൂരം നടക്കുന്ന സമയത്തൊക്കെ എങ്ങനെയാണ്? ഭയങ്കര. നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് ജോബ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിന്റെ തിരക്കിലാവും. പരമാവധി നമ്മളിപ്പോ യൂട്യൂബ് കാര്യങ്ങളുള്ള കാരണം ചിലപ്പോ നെറ്റ്വർക്കുള്ള അതിന്റെ സൗകര്യമുള്ള കാരണം അതിൽ കാണാൻ പറ്റും. എന്നാലും ഇവിടെ വരുമ്പോ അല്ലേ? അല്ല, ആ ഒരു വൈബ് എപ്പോഴും നമുക്ക് ഇവിടെ കിട്ടില്ലല്ലോ, ഈ വൈബ്. അപ്പൊ നല്ലൊരു ഇതാണ്. ചേട്ടാ എങ്ങനെയാ? സെയിം. പറ്റണില്ല. ആ സമയമാകുമ്പോ ലീവൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെ പഠിക്കണോ?
ചേച്ചി എങ്ങനെയാ ഈ പ്രാവശ്യം ഇവരൊക്കെ ഉള്ള കാരണം എൻജോയ് ചെയ്യാം അല്ലേ? അമ്മ ഒന്നും വാങ്ങി തന്നില്ല അമ്മക്ക്? എന്താ വാങ്ങി തന്നെ? ഐസ് മേടിച്ചു തന്നു. മതി, അതോട് സ്നേഹത്തോടുകൂടി തന്നില്ലേ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ഇനി ഇതില് പാട്ട് പാടാൻ ഇറക്കിയെങ്കിലും രണ്ടുപേരും പാട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നെല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നെല്ലമ്മേ ആടിക്കളിക്കുമ്പോഴേ അമ്മ വാർമുടി കെട്ടുമ്പോഴേ ആടിക്കളിക്കുമ്പോഴേ വാർമുടി കെട്ടുമ്പോഴേ അമ്മ ചോടുന്നു വെക്കുമ്പോഴേ താളം പിടിക്കനട്ട അമ്മ പൊൻവലങ്കാലിനാലേ താളം പിടിക്കനട്ട ആടാട് ആടാട് ആടാടാടാടേ ആടമ്മേ ആടമ്മേ കാവില നെല്ലമ്മേ. അടിപൊളി മച്ചാനെ, സൂപ്പർ ആയിട്ടുണ്ട്. കലോത്സവത്തിന് പങ്കെടുക്കാറുണ്ടോ? സമ്മാനം കിട്ടാറുണ്ടോ? വെറുതെ അല്ല, ഗായകനാണ്. അതെല്ലേ? അപ്പൊ വേറൊരു പാട്ട് പാടി തന്നെ ഞങ്ങൾക്ക്. എന്തായാലും അങ്ങനെ കിട്ടിയപ്പോൾ നിങ്ങൾ വിടാൻ ഉദ്ദേശിച്ചില്ല. ഒരു നല്ലൊരു പാട്ട്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട് എരിവെറ്റിയ മറ്റ മുളകോ പെണ്ണെ നിൻ മനസ്സ് ജടകെട്ടിയ കാർമുടിക്കെന്തിനി മുല്ലപ്പൂമലര് കലി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊഞ്ചിലമ്പ് തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മ നീയടങ്ങ് കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവിധ ഭാവങ്ങളും. പാട്ട് നിർത്തണ്ട, കൂടുതൽ ഉയരങ്ങളിലേക്ക് വരട്ടെ, വലിയൊരു ഗായകനായിട്ട് വരട്ടെ കേട്ടോ, ഉഷാറാവട്ടെ. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ കമ്പനി ഏതായിരുന്നു? ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഏതായിരുന്നു? അല്ല, അടുത്തൊക്കെ വരുന്നുണ്ട്. പ്രവാസികൾക്കൊക്കെ അടുത്തറിയാവുന്നതാണല്ലോ. അതിന് ശേഷമൊക്കെയാണ് നോക്കിയൊക്കെ വന്നേക്കണത്. മോട്ടറോള ഉത്തരം ശരിയാണ്. അപ്പോൾ പാട്ട് പാടുന്ന കുടുംബത്തിനൊരു സമ്മാനം അടിച്ചിരിക്കുകയാണ്. മോട്ടറോളയാണ് ഇത് ആദ്യത്തെ, അതായത് ലോകത്തിലെ തന്നെ ആദ്യത്തെ മൊബൈൽ ഫോൺ കമ്പനി ആയിരുന്നു എന്നാണ് ചോദ്യം. പേര് വിട്ടുപോയി. പ്രവീൺ ചേട്ടൻ അതിന് കൃത്യം ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഒരു കിടിലൻ സമ്മാനം കിട്ടിയിരിക്കുകയാണ്. അത് കൊടുക്കട്ടെ, ഉഷാറാക്കട്ടെ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം. സന്തോഷമായോ? സന്തോഷം. അപ്പൊ ഹാപ്പി പൂരം കേട്ടോ. അപ്പൊ ഒരുപാട് സന്തോഷം മച്ചാനെ കാണാട്ടോ. അമ്മ ശരി, എല്ലാവരോടും നമസ്കാരമുണ്ട്. എന്താ പേര്? എന്റെ പേര് കിഷോർ. ഈശ്വരനെ എവിടെ സ്ഥലം? പുതുക്കാട്. ഓക്കെ. പേര്? ജോലി വല്ലോ? ആ, ഒരേ ആള്. അളകപ്പനാണോ? നെന്മണിക്കര. അവിടെ രണ്ട് ഇതുണ്ടല്ലോ, അളകപ്പുണ്ട്, നെന്മണിക്കരുണ്ട്. മച്ചാന്റെ പേര്? മനു. എന്ത് ചെയ്യണേ? ഞാൻ ഷെഫാണ്. എവിടെ? സൗദി അറേബ്യയിൽ. അപ്പൊ എങ്ങനെ, നല്ല പാചകക്കാരനാണോ? ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ പരിപാടികൾ മാത്രം. അവിടെ എത്ര നാളായി? 8 വർഷമായി. കല്യാണം 13. ആ, കറക്റ്റായിട്ട് ഊഹിച്ച് പറഞ്ഞില്ലേ? ഞാൻ കറക്റ്റായിട്ട് ചോദിച്ചു. കല്യാണം ചോദിച്ചോളൂ. 13-ാം തീയതി. അപ്പൊ എങ്ങനെയാ വിളിക്കണില്ലേ? 13 വർഷമായി. ഞാൻ ചോദിച്ചു കല്യാണം കഴിച്ചോന്നറിയില്ലോ. എന്തായാലും സന്തോഷം. അവിടെ പോയിട്ട് എങ്ങനെ ജീവിച്ചു പോകാനേ പറ്റുള്ളൂ. ഇപ്പോൾ സാഹചര്യം അതല്ലേ? വേറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ അവിടെ? പിന്നെ നിങ്ങൾ ഈ പ്രവാസികൾക്ക് എങ്ങനെയാ മച്ചാൻ അവിടെ ഇരിക്കാൻ പറ്റണേ ഈ പൂരത്തിന്റെ സമയമാകുമ്പോ? അല്ല, എന്നാലും കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നോ? വരാൻ പറ്റില്ല. ലീവിന്റെ പ്രശ്നങ്ങളുണ്ടല്ലേ? എല്ലാം നമ്മൾ കൊള്ളിക്കുക. ഒരു വർഷം ഓണത്തിന് വരുന്ന, അടുത്ത വർഷം വിഷുവിന് വരും, പിന്നെ അടുത്ത വർഷം ക്രിസ്മസിന് വരും. അങ്ങനെ ന്യൂ ഇയർ ഏത് ആഘോഷമാകട്ടെ വീട്ടിലെത്തും. അതാണ് അതിന്റെ കാര്യം. ഈ പ്രാവശ്യം എങ്ങനെയാണ് പ്ലാനൊക്കെ? എങ്ങനെയാണ്? തലേദിവസമാണോ, സമയപ്രദർശനമാണോ? ഏതാണ്? ഇങ്ങോട്ട് പോരും, അവിടെ അങ്ങോട്ട് നിൽക്കും അല്ലേ? സെക്കൻഡ് ടൈമാണ്. എന്തൊക്കെ വാങ്ങി തന്നു? ബെഡ്ഷീറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തേലും വാങ്ങാൻ പോവില്ലേ? ബെഡ്ഷീറ്റ് ക്വാളിറ്റി ഉള്ളതല്ലേ, അതാണ് രണ്ടാമത്തെ വരുന്നത്.
എന്നാ തിരിച്ചെന്നാ പോണേ? 15-ാം തീയതി. 15-ാം തീയതി. കിഷോറേട്ടാ നിങ്ങളെന്താ മിണ്ടാണ്ടിരിക്കണേ? അതെ അതെ. എങ്ങനെയാണ് പൂരത്തിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും എങ്ങനെയാണ് പരിപാടികളൊക്കെ? നമ്മളെല്ലാ കൊല്ലം സ്ഥിരമായിട്ട് വരാറുള്ളത്. തലേദിവസം തന്നെ പോരും? എൻ്റെ അമ്മയുടെ വീട് ഇവിടെ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇല്ല. ആയിരിക്കുള്ള കൂടെ ആയിരിക്കുള്ള വൈഫ് ഇവിടെ വന്നുള്ളൂ ഫോട്ടോ എടുക്കാൻ നിൽക്കണേ. ഓ അത് ശരി. ഇവിടെ കുറച്ചേര് മാറി നിൽക്കണം. ഇങ്ങോട്ട് നീങ്ങുന്നുള്ളൂ. പേര്? വർഷ. എന്താ ജോലി ചെയ്യണ്ടോ? ഓ ശരി. അമ്മ എന്താ പരിപാടി? വില വാങ്ങി തന്നോ? കഴിക്കാൻ വാങ്ങി തന്നോ? നീ ഇപ്പൊ കിഷോറോട് റെഡിയാക്കാൻ വേണ്ടിട്ടാ? ബെസ്റ്റ് ടീം ആളതടിക്കാന്ന്. അമ്മ അമ്മയോട് ഞാൻ ചോദിച്ചു എന്തേലും വാങ്ങി തന്നോന്ന് ചോദിച്ചപ്പോ അമ്മ ഇങ്ങനെ ഞെട്ടി തിരിച്ച് മോനെ വരെ നോക്കണം. നല്ല രസമല്ലേ അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിലുള്ള ഒരു നിമിഷങ്ങൾ എന്ന് പറയുന്നത്. അതുള്ളൂ, അല്ലാണ്ട് എന്ത്. സാമ്പിളാണോ ഇഷ്ടം അതെയോ വലിയ ഏറ്റവും ഇഷ്ടമുള്ളത് ഇവരെയും കൊണ്ട് നാട്ടുകാരെ നമ്മളെ ഉച്ചയ്ക്കാണ് വെടിക്കിട്ടില്ലേ, അതാണ് ഇവരെ കൊണ്ട് കാണിക്കാൻ. കൂട്ടുകാരന്മാരായിട്ട് നമ്മുടെ തൃശ്ശൂർക്കാരൻ കൂട്ടുകാരന്മാരായിട്ട് പോകുമ്പോ പുലർച്ചെ തലേദിവസം തന്നെ പോകും. എന്താ ചെയ്യണം? ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ദുബായിലായിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവർ. നാട്ടിൽ തന്നെയാണ്. ഇവിടെ സെറ്റിലായി. ഒരു ചെറിയൊരു വർക്ക് ഉണ്ട് പോകില്ലാത്ത അതായിട്ട് അവിടെ കുഴപ്പമില്ല. ഹാപ്പി ആയിട്ട് പോണു. സുഖല്ലേ? ഹാപ്പി അല്ലേ? അമ്മ എന്താ പരിപാടി? ഇനി എന്താ പരിപാടി? അല്ല ആളെ അവിടെ ഉന്നം വെച്ചിരിക്കാണ്. മസാല ദോശയാണോ ബിരിയാണി ആണോ എന്നുള്ള ഒരു ഷർട്ടിലാണ് നിൽക്കണത്. ചെറുതൊക്കെ പിടിക്കും മച്ചാനെ. നനിയോടെ ഇങ്ങനെ കുഴിക്കാൻ പറ്റുമോ? സാരമില്ല, രസമല്ലേ? അത്രേ ഉള്ളൂ. അതാണ് പറഞ്ഞേട്ടാ, ഇതൊക്കെയല്ലേ ജീവിതം. ഒറ്റ മോളോ ഒറ്റ വരുമ്പോൾ അല്ലവനെ അങ്ങോട്ട് എൻജോയ് ചെയ്യാം. ലവ് മാരേജ് ആണോ? കല്യാണം അല്ല ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് ലവ് ചെയ്തു. 2 കൊല്ലം മതി. ഹാപ്പി അല്ലേ? ലൈഫ് ഹാപ്പി അല്ലേ? അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരാളെ കിട്ടിയത് നന്നായി. നല്ല മരുമോൻ, കുഴപ്പമൊന്നുമില്ലാത്ത മരുമോനാ. എൻജോയ് ചെയ്യാം. ഇതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. ഞാനൊരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ ഒരു സമ്മാനം കൂടെ കിട്ടിക്കോട്ടെ. അത് അമ്മയ്ക്ക് കൊടുത്തിട്ട് പോണം കേട്ടോ. പേർഷ്യയും ഹിന്ദിയും ചേർന്നുണ്ടായ ഭാഷ? ഇയാള് ചെറിയ സാധനം ഒന്നുമല്ലാട്ടാ അല്ലെ? അല്ല ദുബായിലായിരുന്നു ആള്. അപ്പൊ കുറച്ചൊക്കെ ഭാഷയുമായിട്ട് അല്ലേ ബന്ധങ്ങളും ഉണ്ടാവും. അച്ഛനെ ഈ സമ്മാനം അമ്മയ്ക്ക് കൊടുത്തിട്ട് പോണം. കൊടുക്കും, മേടിച്ചിട്ട് കൊടുക്കുക അല്ലേ? അമ്മ ഒരുമിച്ച് മേടിച്ചാലോ? അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. പേർഷ്യയും ഹിന്ദിയും ചേർന്നുണ്ടായ ഭാഷ ഏതാണെന്ന് ആയിരുന്നു ചോദ്യം. ഉത്തരം ഇങ്ങനെയാണ്, ഉറുദു എന്നാണ് ഉത്തരം കിട്ടിയിരിക്കുന്നത്. കിഷോറേട്ടന് സമ്മാനം അടിച്ചിരിക്കുകയാണ്. അപ്പോൾ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം. അമ്മ അങ്ങോട്ട് പിടിച്ചോ. ഇനി മന്തി കഴിക്കാം, ഇനി ആവാം, ഇനി അശോകന വിശപ്പാവാം. എന്തായാലും സന്തോഷം, ഒത്തിരി സന്തോഷം കേട്ടോ. വീണ്ടും കണ്ടുകൂട്ടാം. അപ്പോൾ ഹാപ്പി പൂരം കൊടുത്തേരെ. അപ്പോൾ ആ പൂരം സന്ധ്യയിൽ വീണ്ടും കുറച്ച് അതിഥികൾ വരികയാണ്. ഉമ്മ എവിടെ നിന്ന് പറഞ്ഞേ? എടപ്പാള്. അപ്പൊ തൃശ്ശൂർ എങ്ങനെയുണ്ട് ഞങ്ങളുടെ? അടിപൊളി. ഉമ്മ ഒന്നും വാങ്ങിയില്ലേ? ആരാണ് ആ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ആള്? സാധനം സൂക്ഷിക്കുന്ന ആളുടെ അത് ചോദിക്കാം. എല്ലാരും വെറുതെ അല്ല. എങ്ങനെ എന്താ പേര്? ഇവിടെ ഒളിപ്പിച്ചു പിടിക്കുന്ന കേട്ടാ. എങ്ങനെയുണ്ട്? നിങ്ങൾ തന്നെയാണോ വന്നേ? അതെയോ? എപ്പോ പോന്നു അവിടുന്ന്? ഞങ്ങള് ഒരു 11:30 മണിക്ക് 11:30 വന്നു. ഫുഡൊക്കെ അടിച്ചു. അപ്പൊ ഇനിയിപ്പോ എന്താ പരിപാടി? ഇനി പോവാൻ നോക്കാണ്. എങ്ങനെയുണ്ട് അകത്ത്? കുഴപ്പമില്ല, അടിപൊളി, രസല്ലേ? നേരം പോകാനല്ലേ? ഇല്ല അല്ല, നമ്മളിങ്ങനെ കറങ്ങി നടക്കാം. ഒന്നും വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ പൈസ കുറച്ച് കൊണ്ടുവരണം. വല്ലപ്പോഴല്ലേ? വല്ലപ്പോഴൊക്കെ അല്ലേ വന്നതാണ്. അല്ല നമ്മള് വർഷത്തിലൊരിക്കലും ഒക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്തിറങ്ങുക, എല്ലാരെയൊക്കെ ഒന്ന് കാണുക. എന്റെ പഴയ കുറെ മിഠായികളൊക്കെ ഉണ്ട് അവിടെ, കണ്ടിരുന്നോ? അതൊക്കെ ഓരോന്ന് മേടിക്കുക, കഴിക്കുക. അപ്പൊ നമ്മുടെ പഴയ ഓർമ്മയൊക്കെ വരും. എന്ത് ചെയ്യണ്ട? എല്ലാരും വീട്ടിൽ തന്നെയാണോ? അതെയോ ജോലികളൊന്നും ഇല്ല? വീട്ടില് നല്ല വീട്ടില് ജോലിയുണ്ട്. ആ ജോലി കൊണ്ട് നിൽക്കുക. പൂരം എങ്ങാനും കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ജോലി വല്ലതും ഉണ്ടോ? പൂരം കണ്ടില്ലേ? എങ്ങനെയുണ്ട്? കൊതിപ്പിക്കണം നമുക്ക്. സൂപ്പർ. വണ്ടി കയറുമ്പോ പറയണം. അപ്പൊ ചിലപ്പോ ഇവര് പറയും ഒരു കാര്യം ചെയ്യാം, ഉമ്മ നമുക്കൊന്ന് പോയാലെന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ ആവുമ്പോഴത്തേക്ക് പോരണം. ഇതൊക്കെയാണ് ലൈഫ് എന്ന് പറയുന്നത്. എടുക്കുന്ന തീരുമാനങ്ങൾ, ചില സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളാണ് ലൈഫില് ഹാപ്പിനെസ് കിട്ടുക. അപ്പൊ ഒന്ന് പോവാന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ വണ്ടി എടുക്കുക, പോവാ.
എന്തെങ്കിലും ജോലി ഉണ്ടോ? ഒന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിക്കുക, അത് തന്നെ ജോലി. മോളെ പഠിക്കണോ? പ്ലസ് ടു കഴിഞ്ഞത്. എങ്ങനെയുണ്ട് ഉമ്മയൊക്കെ? സെറ്റ് സെറ്റാണ്, വേറെ ലെവലാണ്. അപ്പോ ഇതില് എനിക്കൊരു പാട്ട് പാടി തരാമോ? എടപ്പാളിന്ന് വന്നാലേ നല്ലൊരു പാട്ട്. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുന്നനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ, താരക്കൊളുത്തുള്ളൊരാൾ ചേലക്കും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലായിട്ട് വയ്ക്കാം കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ, തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരെ വളരെ ഉയർന്ന് വാ ഉയർന്ന്. സൂപ്പർ, അടിപൊളിയായിരുന്നു കേട്ടോ. പാട്ട് പഠിക്കണ്ടോടാ? പാട്ട് പഠിക്കാൻ പറ്റണ്ടവനെ എന്തായാലും. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ആരാണോ പറഞ്ഞേ? അത് നോക്കി വെച്ചോണ്ടിരിക്കായിരുന്നോ? ആ, ഞാൻ മൊബൈലിൽ എന്താല്ലേ ചാടി വീഴുന്നു, ചാടി ഉത്തരം പറയണു. അങ്ങനെ പേരുട്ടെ സാബിറ ഇതെന്തേലും സമ്മാനം മേടിച്ചോണ്ട് പോകുന്നുള്ള വാശിയിൽ തന്നെയായിരുന്നു. അങ്ങനെ ചാടി, സാരയില്ല പോട്ടെ, ക്ഷമിച്ചു കൊടുക്ക്. കുശുമ്പുണ്ട് കേട്ടോ. പറയും ആ പറയൂ, നീ ആ ഉത്തരം അറിയാമോ? ആലോചിക്കും, സാരയില്ല കൊടുക്ക്. നീ ഇതിന്റെ പേരിലൊരു കുഴിമന്തി പഠിച്ചു കൊടുത്തേ. അതെ, സമ്മാനം. അപ്പൊ ഉമ്മ സമ്മാനം പറഞ്ഞ സ്ഥിതിക്ക് സ്ഥാപനത്തേക്ക് ഇന്ന് കുഴിമന്തി ബിരിയാണി മേടിച്ചു കൊടുക്കണം പറയുന്നുണ്ട്. കൊടുക്കോ? അപ്പൊ സന്തോഷമായി. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം എല്ലാവരോടും മേടിച്ചോ? പിടിച്ചോളൂ. അപ്പൊ സന്തോഷമായി ഒന്നു പറഞ്ഞേ. സന്തോഷായി. അപ്പൊ ഹാപ്പി പൂരം ഒന്ന് കൊടുത്തേ എല്ലാവരും. ഹാപ്പി പൂരം. അപ്പോ ഉഷാറാവട്ടെ കേട്ടോ. സന്തോഷം. അപ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി അവര് യാത്ര തിരിക്കുകയാണ്, എടപ്പാളിലേക്കാണ് പോകുന്നത്. ആ, അപ്പൊ ഉമ്മ വീണ്ടും അടുത്ത വർഷം കാണാം. പറ്റിക്ക് പൂരത്തിന് പോരെ? ഓക്കെ. അപ്പോൾ വീണ്ടും കുറച്ച് അതിഥികളായിട്ട് വരികയാണ്. ചേട്ടാ പേര്? റഫീഖ്. എവിടെ വരണേ? തളിക്കുളം. തളിക്കുളം. ആ, നമ്മുടെ നാട്ടുകാരനെ. മറ്റേ പേരെന്താ? ഇഷാൻ. ഇഷാൻ. റയ്യാൻ. റയാൻ. സഫിയ. സഫിയ. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫ്. നാട്ടിൽ തന്നെയാണോ? പ്രവാസിയാണ്. എവിടെയാണ്? ദുബായ്. ലീവ് എത്ര ദിവസം ഉണ്ട്? നാളെ പോകും, മറ്റന്നാൾ. അയ്യോ, എന്തല്ലേ പൂരം കൂടാനായിട്ട് പറ്റിയില്ല. വരാറുണ്ടോ പൂരത്തിന്? എക്സിബിഷൻ എല്ലാ വർഷവും വരാറുണ്ട്. ഇത് എന്തായാലും നടന്നു. ഇനിയിപ്പോ എന്നാ ഒരു വർഷം കഴിഞ്ഞിട്ട് അല്ല, ഇടയ്ക്ക് എപ്പോ ചാൻസ് കിട്ടിയാവേ. പൂരം കൂടാനായിട്ട് സാധിച്ചില്ല. സാരമില്ല, എന്തായാലും ഇതൊക്കെയാണല്ലോ നമ്മുടെ സംബന്ധിച്ചാൽ നമുക്ക് ഓരോ ജോലിയും ജീവിതവും ഒക്കെ കൂട്ടി പോകണ്ടേ. മച്ചാനെ പാട്ട് കൂടെ അറിയോ? നാടിന്മാര്യനെ പൊന്മാര്യനെ മുത്തായവേന് മിന്നും സൂര്യനും ചന്ദ്രിയനും ഒന്നായവേന് കാലം തൊട്ട് വെച്ചാൽ ശരിയന് സിനിമാലയ്യന് ഞങ്ങൾ കണ്ട നായി വന്നവനെ ഭയമീ മാറിപ്പൂനി എണ്ണ ഇരുട്ടി സിറ്റി പാളും രാജാവത്ത് എല്ലാത്തും ചൊല്ല് ഇവനെ തൊടുവാനായി എന്നും ജനത്തിരക്ക് കാലം അടുത്ത് വെച്ച സുഹൃതം പോലും അണ്ടർ വേൾഡ് ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടും തുലം അല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി. ഓക്കെ, അടിപൊളി. അത് പാട്ട് പഠിക്കണ്ടോ? പാട്ടൊക്കെ പഠിപ്പിച്ചോ? അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആ ചോദ്യം ചോദിച്ച് കൃത്യമായ ആൻസർ പറയുകയാണെങ്കിൽ സമ്മാനമുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാന നഗരി? തൃശ്ശൂർ. അത്രേ ഉള്ളൂ. തൃശ്ശൂര്, നമ്മുടെ തൃശ്ശൂര് അല്ലേ? അപ്പോ ഈ തൃശ്ശൂരിൽ വന്ന തൃശ്ശൂർ പൂരത്തിന്റെ
പ്രദർശന നഗരിയിൽ വന്ന് സമ്മാനം കിട്ടാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. ദുബായി ചെല്ലുമ്പോൾ ദുബായിലുള്ള ചങ്കുകളോടൊക്കെ പറയണം. പറയോ? അപ്പോൾ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം ആർക്ക്? മെയ് 6-ാം തീയതി. അപ്പോ നേരത്തെ തന്നെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ പറയണം കേട്ടോ. ആശംസകൾ. എത്രാമത്തെ വയസ്സായി? 15 വയസ്സ് ആവണോ? മോനോ? 11 അപ്പൊ അന്ന് കേക്ക് മുറിക്കണം. അതിന് പിന്നെ ഓ യെസ്. അപ്പൊ സന്തോഷം. അങ്ങനെ പൂരം സന്ധ്യയുടെ മനോഹര നിമിഷത്തിൽ ദാ മറ്റൊരു അതിഥിയുമായി വരികയാണ്. കണ്ണടക്കാരാ, പേരെന്താടാ? ശ്രീഹരി. ആകെ വിസർത്ത് കുളിച്ചല്ലോടാ. എപ്പോ കേറിയതിന്റെ ഉള്ളിൽ? 5 മണി. അതിന്റെ ഉള്ളിലൊക്കെ കേറിയോ? അത്യാവശ്യം ഒക്കെ ചിറ്റി അടിച്ചു. എന്താ കഴിച്ചേ? ഐസ്ക്രീം കഴിച്ചു. എത്രയിലാ പഠിക്കണേ? 6ലേക്ക്. അച്ഛന്റെ പേര്? ആദി. അവിടെ ശിവാനി എത്രയിലാ? 4ലോട്ട്. ശിവാനി പാട്ട് പാടുന്ന ആളാ തോന്നുന്നു. മുഖത്ത് എഴുതിയിട്ടുണ്ട്. ചേച്ചി പേര്? നീതു. നാട്ടിൽ തന്നെയാണല്ലോ അല്ലേ? നമസ്കാരം. എന്താ ഈ പൂരത്തിന്റെ ഒരുക്കം? ആരൊക്കെ വരണേ? റിലേറ്റീവ്സ് എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും എത്തുന്നുണ്ട്. ക്ഷണമൊക്കെ കഴിഞ്ഞോ? എല്ലാവരും ക്ഷണം കഴിഞ്ഞു. എന്താണ് സ്പെഷ്യൽ ഈ പ്രാവശ്യം? ഫുഡ് നോർമലി തന്നെ. അവരെല്ലാ ദിവസവും തലേദിവസം വരുമോ? അത് എങ്ങനെയാണ് കാര്യങ്ങള്? തലേദിവസം വരും. അകലെയുള്ള ആരെങ്കിലൊക്കെ ഉണ്ടോ? അകലുണ്ട്, എറണാകുളമുണ്ട്, പിന്നെ ബാംഗ്ലൂരുണ്ട്. ഈ ബാംഗ്ലൂരുകാർക്കൊക്കെയാണ് ക്രൈസ്. ഭയങ്കര ക്രൈസ് ആണ്. ഡൽഹി ഉണ്ട്. ഡൽഹിക്കാരുണ്ട്. അവർ വരാറുണ്ട് എല്ലാ വർഷവും വരാറില്ല. ബാംഗ്ലൂർ, ഡൽഹി കസിൻസ് കുറച്ച് പേരുണ്ട്. അവരൊക്കെ വരുന്നുണ്ട്. നമ്മുടെ പൂരാഘോഷം എങ്ങനെയാ? നിങ്ങൾ എല്ലാവരും കൂടി സാമ്പിളോട്ട് പോരും. ചേച്ചി അവിടെ വരെയായി ഒരുക്കം ഉഷാറായിട്ട് പോകും. എന്തായാലും പൂരത്തിന്റെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇങ്ങനെ വൈകുന്നേരങ്ങളൊന്ന് വരിക, ഒന്ന് ചിറ്റി അടിക്കുക, അല്ലേ? ഇതൊക്കെയാണ് നമുക്ക്. എന്താ ചെയ്യണേ? ഇവിടെ തന്നെയാണോ അല്ലേ? വേറെ പ്രവാസിയൊന്നും അല്ലല്ലോ. ദേവസ്വത്തിന്റെ തന്നെ പോകുന്നു. ചേച്ചി ജോലി വല്ലതും ഉണ്ടോ? ഹൗസ് വൈഫ്. ഇവരെ തന്നെ മേക്കിലാണ് ഏറ്റവും വലിയ ജോലി. അനിയത്തിന്റെ പിള്ളേരാണ്. അപ്പൊ അവരെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്നു. മോനെങ്ങനെ ഉഷാറില്ല? അവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഒരു പാട്ട് പാടി തന്നെ. പൂവേ പൂവേ താളം പൂവേ നെഞ്ചിൻ നാളം നീ വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ അഴകെ ആഴിക്കണ്ണാലെ താഴുകും അമ്പിളി കുഞ്ഞോളെ അരകിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടനാട്ടെ മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ. സൂപ്പർ, അടിപൊളി. ഞാൻ ചോദിക്കട്ടെ, നാക്ക് പുറത്തേക്ക് നീട്ടാൻ കഴിയാത്ത ജീവി? നീ എന്തായാലും നീയല്ല. ഓർപ്പിച്ചു. നാക്ക് പുറത്തേക്ക് നീട്ടാൻ കഴിയാത്ത ജീവി. ആലോചിച്ചോ. മഴ ഇവിടെ ആലോചിക്കണേ. അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ അവനിങ്ങനെ കുറേ നേരം ആലോചിച്ചു. എന്തായാലും ആള് പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. എന്തായാലും നാക്ക് പുറത്തേക്ക് നീട്ടാൻ കഴിയാത്ത ജീവി മുതലയാണ്. സമ്മാനം കിട്ടിയിരിക്കുകയാണ്. ഹാപ്പി ആയോ? അങ്ങനെ പൂരം സന്ധ്യയിൽ വന്ന് പങ്കെടുത്തു. ഗംഭീര സമ്മാനം കിട്ടിയിരിക്കുകയാണ്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം. മച്ചാനെ ഹാപ്പി ആയില്ലേ? ഹാപ്പി. അപ്പൊ പൂരത്തിന് കാണാം. സന്തോഷം. ഹാപ്പി ആയോ? അപ്പോൾ നമ്മൾ പൂരം സന്ധ്യയുടെ ഇന്നത്തെ നിമിഷത്തിന് തൽക്കാലം ഒന്ന് വിട നൽകുകയാണ്. നാളെ ഇതേ സമയം ഇതേ നേരം കുറേ അതിഥികളുമായി കുറേ വിശേഷങ്ങളുമായി കൈ നിറയെ സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഈ ഭാഗത്തോടൊക്കെ ഇങ്ങനെ ചിറ്റി അടിച്ച് നടക്കും. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെങ്ങാനും ഇതിൻ്റെ ഇടയ്ക്കൂടെ പോവുകയാണെങ്കിൽ ഒന്ന് ഓടി വരിക, എന്നിട്ട് ഒരു വിളി വിളിച്ചേക്കുക, എന്നിട്ട് നമ്മളപ്പോൾ വരും. അപ്പോൾ പൂരം സന്ധ്യയുടെ മനോഹര നിമിഷത്തിന് തൽക്കാലം വിട നൽകുന്നു. നാളെ ഇതേ സമയം കണ്ടുമുട്ടാം ഒരുപാട് അതിഥിയുമായി. നമസ്കാരം.